+1 കൊമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതേപോലെ BBA പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഫിനാൻഷ്യൽ ഡാറ്റ എന്ന് പറയുന്ന പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ഒരു ടേം റിലേറ്റഡ് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അക്കൗണ്ടിംഗ് ഈസ് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്നുള്ളതാണ് പൊതുവെ അറിയപ്പെടാറുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബിസിനസ്സിനെ കുറിച്ച് പറയണമെങ്കിൽ ആ ബിസിനസ്സിൻ്റെ അക്കൗണ്ടിങ് നോക്കിയിട്ടാണ് നമ്മൾ ആ ബിസിനസ് നല്ലതാണോ മോശമാണോ എന്നത് പറയുന്നത്. ഓക്കെ, അക്കൗണ്ടിങ്ങിന്റെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്നത് ലൂക്ക പാസിയോളി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അത് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ഫാദർ ഓഫ് അക്കൗണ്ടിങ് എന്ന് അറിയപ്പെടുന്ന ആരെയാണ്? ലൂക്ക പാസിയോളി എന്ന് പറയുന്ന വ്യക്തിയാണ്. എന്താണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ്ങിന്റെ മീനിങ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അക്കൗണ്ടിങ് ഈസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, classifying, summarizing, analyzing and reporting the financial information to users for decision making എന്നുള്ളതാണ്. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് എന്താണ്? ബിസിനസ്സിലെ ട്രാൻസാക്ഷൻസ് തന്നെ റെക്കോർഡ് ചെയ്യുന്നു, അതിനെ വിവിധ തലങ്ങളിലായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് സെയിൽസ് എന്ന് പറയുന്നത് പ്രത്യേകമായിട്ട് ഡിവൈഡ് ചെയ്ത് വേറെ തന്നെ ആക്കുന്നു, പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് വേറെ കൊടുക്കുന്നു, അങ്ങനെ പല എക്സ്പെൻസുകൾ ഓരോന്നിനെയും നമ്മൾ ഡിവൈഡ് ചെയ്ത് പല ക്ലാസിഫിക്കേഷനായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതേപോലെ എല്ലാ ഐറ്റംസിനെയും ബിസിനസ്സിൽ ഉണ്ടാകുന്ന എക്സ്പെൻസ്, ഇൻകംസ്, അതേപോലെ അസറ്റ്, ലാബിലിറ്റീസ് പോലെയുള്ള നെക്സ്റ്റ് നമ്മൾ പറയുന്ന പല ടേംസുകളുണ്ട്. ഇതിനെയൊക്കെ നമ്മൾ ഓരോന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ സമ്മറൈസ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ നമ്മൾ വിശകലനം നടത്തി ഒരു റിപ്പോർട്ടാക്കി തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. എന്തിനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്നത്? ബിസിനസ്സിലെ മെയിനായിട്ട് നടക്കുന്ന ഫംഗ്ഷനായ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ആവശ്യമായവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു അക്കൗണ്ടിങ് എന്ന് പറയുന്ന വർക്ക് ബിസിനസ്സിൽ പൊതുവെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ പൊതുവെ നമ്മൾ പഠിക്കേണ്ട ഒരു ഡെഫിനിഷനാണ് AICPA, അതായത് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് എന്ന് പറയുന്ന AICPA ഡിഫൈൻ ചെയ്തതാണ് അക്കൗണ്ടിങ്ങിനെ. എന്താണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻ ആൻഡ് ഇവന്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ് ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദി റിസൾട്ട് thereof. ഓക്കെ, അതായത് നമ്മളൊരു ബിസിനസ്സിൽ നടക്കുന്ന ബിസിനസ് ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യുന്നു. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്? അതിനെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു, രേഖപ്പെടുത്തി വെക്കുന്നു. എവിടെയാണ് നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നത്? ജേണൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക ബുക്കിലാണ് നമ്മൾ രേഖപ്പെടുത്തി വെക്കുക. ശേഷം നമ്മൾ പഠിക്കാനുണ്ട്. അതേപോലെ അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ക്ലാസിഫൈ ചെയ്തിട്ട് നമ്മൾ ഏതിലേക്കാണ് കൊടുക്കുക? ലെഡ്ജർ എന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് പർച്ചേസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് വരച്ചിട്ട് അതിലാണ് പർച്ചേസ് റിലേറ്റഡ് ഇൻഫർമേഷൻ മൊത്തം കാണിക്കുന്നത്. ഓക്കെ, ഇനി സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട സെയിൽസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഒരു അക്കൗണ്ട് വരച്ചുകൊണ്ട് സെയിൽസ് അക്കൗണ്ടിൽ കാണിക്കുന്നു. ഇനി സാലറിയുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് സാലറി അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ടാക്കി അതിൽ കാണിക്കും. ഇത്തരത്തിൽ ഓരോന്നും റിലേറ്റ് ചെയ്തതിന് നമ്മൾ ഡിവൈഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യുന്നു. ഇത്തരത്തിൽ ക്ലാസിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ ലെഡ്ജർ എന്ന് പറയുന്ന ഒരു പ്രത്യേക ബുക്കിലേക്കാണ് എന്ത് ചെയ്യുന്നത്? അക്കൗണ്ടിലേക്കാണ് രേഖപ്പെടുത്തി വെക്കുന്നത്. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ അതിനെ സമ്മറൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ എല്ലാം ഫൈനലൈസ് ചെയ്യുന്നത് സമ്മറൈസ് ചെയ്യുന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ട്രയൽ ബാലൻസ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള കുറച്ച് അക്കൗണ്ട്സുകൾ ഉണ്ട്. അതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സമ്മറൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫൈനലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നത് എങ്ങനെയാണ്? ഇൻ ടേംസ് ഓഫ് മണിയാണ്, പണത്താലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? രേഖപ്പെടുത്തി വെക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുന്ന ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത്. ഓക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ രേഖപ്പെടുത്തുകയും അതിനെ നമ്മൾ വിശകലനം ചെയ്തതിന് ശേഷം അവസാനം അതിനെക്കുറിച്ച് നമ്മളൊരു എന്ത് ചെയ്യുന്നു? വിവരണം നൽകുകയാണ്, ഇന്റർപ്രിട്ടേഷൻ നൽകുകയാണ് ചെയ്യുന്നത്. ഇതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഈ ഒരു ഡെഫിനിഷൻ എന്തായാലും നമ്മൾ പഠിച്ചിരിക്കണം. AICPA ഡിഫൈൻ ചെയ്തതാണ്. അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് at least of a financial character and interpreting the result thereof. Okay, the next നമ്മൾ ഇതിൽ പഠിക്കുന്നത് ചില ബേസിക് ടേംസ് ആണ്, ബേസിക് അക്കൗണ്ടിങ് ടേംസുകളാണ് ഇതിൽ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തേതാണ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ടേം. അതായത് അക്കൗണ്ടിങ്ങിൽ നമ്മൾ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ചില ടേംസുകളാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു ടേം ആണ് എന്ത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്.
ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ഇൻ ദി ബിസിനസ്. അതായത് നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ നമുക്ക് പണം ആവശ്യമാണ്. അപ്പം അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ബിസിനസ് തുടങ്ങാൻ ആവശ്യമായിട്ട് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അത് പണമായിട്ടാകാം, അല്ലെങ്കിൽ അസറ്റുകളായിട്ടാകാം, അല്ലെങ്കിൽ സ്റ്റോക്ക് ആയിട്ടാകാം. അപ്പം ഇത്തരത്തിൽ നമ്മൾ പണമായിട്ടോ അല്ലാതെയോ എന്ത് ചെയ്യുന്നു? ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. ഈ ഇൻവെസ്റ്റ്മെന്റിനെ നമ്മൾ എന്ത് പറയും? ക്യാപിറ്റൽ എന്ന് പറയും. അപ്പോൾ നമ്മൾ മലയാളത്തിൽ ഇതിനെ മൂലധനം എന്ന് പറയും. ഒരു ബിസിനസ് തുടങ്ങാൻ ആവശ്യമായിട്ട് വരുന്ന ഇൻവെസ്റ്റ്മെന്റിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് രൂപത്തിൽ അറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ പഠിക്കേണ്ട മറ്റൊരു ടേം ആണ് ലാബിലിറ്റീസ് എന്ന് പറയുന്നത്. അത് ലാബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി ഒബ്ലിഗേഷൻ വിച്ച് ആൻ എന്റർപ്രൈസസ് ഓസ്. ഒരു ബിസിനസ്സിനുള്ള ഒബ്ലിഗേഷൻസ് ആണ്, കടമകളാണ്. അതായത് ബിസിനസ് എന്തൊക്കെ ആരൊക്കെയുമായിട്ടോ കടപ്പെട്ടിട്ടുണ്ടോ അതിനെയൊക്കെ നമ്മൾ ലാബിലിറ്റീസ് എന്ന് പറയും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ ലോൺ എന്ന് പറയുന്ന ഒരു ലാബിലിറ്റി ആണ്. ഇനി നമ്മൾ കടത്തിന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്? നമുക്കൊരു ലാബിലിറ്റി ആണ്. അപ്പൊ ഇത്തരത്തിൽ ലാബിലിറ്റീസ് എന്ന് പറയുന്നത് ഒബ്ലിഗേഷൻ ഓഫ് ബിസിനസ് ആണ്. ഈ ലാബിലിറ്റി രണ്ട് തരത്തിൽ വരും. അതായത് എന്താണ്? ഒന്ന് കറണ്ട് ലാബിലിറ്റിയും ഒന്നെന്താണ്? നോൺ കറണ്ട് ലാബിലിറ്റിയും വരും. ഓക്കെ, അതായത് കറണ്ട് ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ആണ്. അതായത് കുറഞ്ഞ ഒരു 1 ഇയറിനുള്ളിൽ നമുക്ക് കൊടുത്തു വീട്ടേണ്ടതായിട്ട് വരുന്ന കടങ്ങളെ അല്ലെങ്കിൽ ലാബിലിറ്റീസിനെ ഒക്കെ നമ്മൾ എന്ത് പറയും? കറണ്ട് ലാബിലിറ്റി എന്ന് പറയും. ഇനി 1 ഇയറിന് മുകളിൽ വരുന്നതാണെങ്കിൽ അതിനെന്ത് പറയും? നോൺ കറണ്ട് ലാബിലിറ്റി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിൽ പഠിക്കേണ്ട ടേം ആണ് അസറ്റ് എന്ന് പറയുന്നത്. അസറ്റ് നമ്മുടെ മലയാളത്തിൽ ആസ്തി എന്നാണ് ഇതിനെ പറയാൻ. അതായത് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക് റിസോഴ്സ് ആണ്. ഒരു ബിസിനസ്സിൽ ഉണ്ടാകുന്ന സാമ്പത്തികമായ സ്രോതസ്സുകളെയാണ് അല്ലെങ്കിൽ അതിന് പ്രോപ്പർട്ടികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ലാബിലിറ്റി പറഞ്ഞതുപോലെ തന്നെ അസറ്റും രണ്ട് തരത്തിൽ വരും. കറണ്ട് അസറ്റ് വരും, അതേപോലെ നോൺ കറണ്ട് അസറ്റ് അല്ലെങ്കിൽ ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയും. നോൺ കറണ്ട് അസറ്റ് അല്ലെങ്കിൽ ഇതിനെ എന്ത് പറയും? ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയും. ഓക്കെ, കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുറഞ്ഞ കാലയളവിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, അതായത് 1 ഇയർ വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് കറണ്ട് അസറ്റും, ഇനി നോൺ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ അപ് ടു 5 ഇയർ അല്ലെങ്കിൽ അത്തരത്തിൽ ലോങ് ടേം ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അസറ്റുകളെ നമ്മൾ നോൺ കറണ്ട് അസറ്റ് അല്ലെങ്കിൽ ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുന്ന രൂപത്തിൽ അറിയപ്പെടും. അപ്പൊ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കണോമിക് റിസോഴ്സ് ആണ്. ഒരു ബിസിനസിന്റെ സാമ്പത്തികമായ സ്രോതസ്സുകളാണ് അല്ലെങ്കിൽ എക്വിപ്മെന്റ്സുകൾ അല്ലെങ്കിൽ പ്രോപ്പർട്ടികളെയാണ് നമ്മൾ എന്ത് പറയുക? അസറ്റ് എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഇതിൽ വരുന്ന മറ്റൊരു ടേം ആണ് എക്സ്പെൻസസ്. എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെപ്രസെന്റ് ദി എമൗണ്ട് സ്പെൻഡ് ടു ഏൺ റവന്യൂ. വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെലവാക്കുന്ന പണത്തെ എന്ത് പറയും? എക്സ്പെൻസ് എന്ന് പറയും. അതായത് ബിസിനസ്സിൽ പൊതുവെ നമുക്ക് വരുമാനം ആണ് ഏറ്റവും നമ്മുടെ ലക്ഷ്യം. ഓക്കെ, ഈ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെലവാക്കുന്ന പണത്തെയാണ് നമ്മൾ എന്ത് പറയാ? എക്സ്പെൻസ് എന്ന് പറയുക. ഇപ്പൊ ഉദാഹരണത്തിന് റെന്റ് ഓഫ് ദി ബിൽഡിംഗ്, വേജസ് കൊടുക്കുന്നു, സാലറി കൊടുക്കുന്നു, ഇതൊക്കെ എന്താണ്? എക്സ്പെൻസുകളാണ്. ഈ എക്സ്പെൻസ് തന്നെ നമ്മൾ അറിയേണ്ടത് ഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് എക്സ്പെൻസും വരും. പല തരത്തിൽ എക്സ്പെൻസുകൾ ഉണ്ടാകും. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബിസിനസ്സിൽ നടക്കുന്ന പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡയറക്ട്ലി കണക്ട് ചെയ്യുന്ന എക്സ്പെൻസുകളെയാണ് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് ആകുമ്പോൾ പ്രൊഡക്ഷനുമായി ഡയറക്റ്റ് ബന്ധമില്ലാത്തതാണ് എന്ത്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വരും പിന്നീട്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഡയറക്റ്റും ഇൻഡയറക്റ്റും എക്സ്പെൻസും ഉണ്ടാകുമെന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ് വരുന്നതാണ് എക്സ്പെൻഡിച്ചർ. എക്സ്പെൻസും ഉണ്ട്, എക്സ്പെൻഡിച്ചറും ഉണ്ട്. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി വാല്യൂ പെയ്ഡ് ഓർ പേബിൾ ഫോർ അക്വയറിംഗ് ആൻ അസറ്റ് ഓർ സർവീസ്. ഒരു അസറ്റ് നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു അസറ്റ് വാങ്ങിക്കാൻ വേണ്ടി നമുക്ക് ചെലവാകുന്ന പണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ഫർണിച്ചർ വാങ്ങിക്കണം. ഈ ഫർണിച്ചറിന് നമുക്ക് ചെലവാകുന്ന പണത്തെ നമ്മൾ എന്ത് പറയും? എക്സ്പെൻഡിച്ചർ എന്ന രൂപത്തിലാണ് അതിനെ പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് റവന്യൂ. Revenue represent the amount a business earn through the sale of its product or providing service. ബിസിനസ്സിൽ പൊതുവെ നടക്കുന്ന എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിലൂടെ നേടുന്ന കസ്റ്റമേഴ്സിന് ഗുഡ്സ് കൊടുക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഏർണിങ്സ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? റവന്യൂ എന്ന് പറയാം. ഓക്കെ, അതായത് ഗുഡ്സ് നൽകുന്നതിലൂടെ അല്ലെ സർവീസ് നൽകുന്നതിലൂടെയോ നമുക്ക് കിട്ടുന്ന കസ്റ്റമേഴ്സിൽ നമുക്ക് കിട്ടുന്ന പണത്തെ എന്ത് പറയും? റവന്യൂ, വരുമാനം എന്നുള്ള രൂപത്തിൽ നമ്മൾ പറയും. ഇനി മറ്റൊന്നാണ് ഇൻകം. ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ റവന്യൂവിൽ നിന്നും എക്സ്പെൻസ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്? ഇൻകം. എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസ് ആണ്. എക്സ്പെൻസിന് മുകളിൽ വരുന്ന റവന്യൂ ആണ് നമ്മൾ ഇൻകം എന്ന് പറയുന്ന രൂപത്തിൽ പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കമ്മോഡിറ്റീസ് ആണ്, അല്ലെങ്കിൽ പ്രോഡക്ട്സ്, അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓർ തിങ്സ് ഇൻ വിച്ച് എ ട്രേഡർ ഡീൽ. അതായത് ഒരു ട്രേഡർ പൊതുവെ എന്താണോ സെയിൽ ചെയ്യുന്നത്, എന്താണോ സെയിൽ ചെയ്യാൻ വേണ്ടി കൊണ്ടാകുന്ന അത്തരം ഐറ്റംസിന് നമ്മൾ ഗുഡ്സ് എന്ന് പറയും. ഇനി മറ്റൊന്നാണ് എന്ത്? പർച്ചേസസ്. പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ് ഇൻ എ ബിസിനസ്. ഒരു ബിസിനസ്സിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി, ഗുഡ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി, ഗുഡ്സ് അക്വയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ചിലവാകുന്ന പണത്തെ എന്ന് പറയും? പർച്ചേസ് എന്ന് പറയും. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് സെയിൽ. അതായത് സാധനങ്ങൾ നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വരുമാനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാധനങ്ങളും സേവനങ്ങളും വിൽക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന പണത്തെ എന്ത് പറയും? സെയിൽസ് എന്ന് പറയും. ഓക്കെ, ടോട്ടൽ റവന്യൂ ഏൺഡ് ബൈ ബിസിനസ് ത്രൂ സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. ഇനി ഇതിൽ ടേൺ ഓവർ എന്ന് പറയുന്ന ഒരു ടേം കൂടെ അറിയുക. ടേൺ ഓവർ എന്ന് പറഞ്ഞാലും സെയിൽസ് തന്നെയാണ്, പക്ഷെങ്കിൽ ഒരു സ്പെസിഫിക് പീരീഡിൽ നമ്മൾ നടത്തിയ സെയിൽസിനെ കാണിക്കുന്നതാണ് എന്ത്? ടേൺ ഓവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് റെഫേഴ്സ് ടു സെയിൽ ഓഫ് ഗുഡ്സ് ഡ്യൂറിങ് എ സ്പെസിഫിക് പീരീഡ്. അതായത് ഒരു 1 ഇയറിൽ നമ്മുടെ നടത്തിയ സെയിൽ എത്രയാണ്? ഓക്കെ, അപ്പൊ അതെന്താണ്? ടേൺ ഓവർ എന്ന് പറയുന്ന രൂപത്തിലാണ് അറിയപ്പെടുക, 1 ഇയർ ടേൺ ഓവർ. ഇനി മറ്റൊന്നാണ് സ്റ്റോക്ക്. സ്റ്റോക്ക് എന്ന് പറയുന്നത് അൺസോൾഡ് ഗുഡ്സ് ഓൺ എ പെർട്ടിക്കുലർ ഡേറ്റ് ആണ്. അതായത് നമ്മുടെ സ്ഥാപനത്തിൽ വിൽക്കാതെ കെട്ടിക്കിടക്കുന്ന സാധനങ്ങളെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുക. ഇത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടാവും, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാവും. ഒരു വർഷത്തിന്റെ അവസാനത്തിലുള്ള സ്റ്റോക്കിനെ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയും. ഒരു വർഷം തുടങ്ങുന്ന സമയത്തുള്ള സ്റ്റോക്കിനെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നുള്ള രൂപത്തിലും അറിയപ്പെടും. ഓക്കെ, ഇനി മറ്റൊന്നാണ് ഇൻവെന്ററീസ്. ഇൻവെന്ററീസ് എന്ന് പറഞ്ഞാലും സ്റ്റോക്ക് തന്നെയാണ്, പക്ഷേ ഇത് ഇൻക്ലൂഡ്സ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. റോ മെറ്റീരിയൽ സ്റ്റോക്ക് ഉണ്ടാവും, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാവും, അതായത് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യാത്ത ഗുഡ്സ് ഉണ്ടാവും. ഇനി ഫൈനൽ ആയിട്ടുള്ള ഫിനിഷ്ഡ് ഗുഡ്സുകളും ഉണ്ടാവും. അപ്പൊ ഇതിന്റെയൊക്കെ സ്റ്റോക്കാണ് ഇൻവെന്ററീസ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇവിടെ റോ മെറ്റീരിയലിന്റെ സ്റ്റോക്ക് ഉണ്ടാവും, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാവും, ഫിനിഷ്ഡ് ഗുഡ്സിന്റെ സ്റ്റോക്ക്. പൊതുവെ ഇത് മൂന്നും വരുന്നതാണ് എന്ത്? ഇൻവെന്ററീസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി മറ്റൊന്നാണ് ഡെപ്റ്റേഴ്സ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് റിസീവബിൾ. അതായത് ഡെപ്റ്റേഴ്സ് അറൈസ് ചെയ്യുക. ഒരു ബിസിനസ് കടത്തിന് സാധനങ്ങൾ വിറ്റാല് അത്തരത്തിൽ നമ്മൾ വിൽക്കുന്ന സമയത്ത് ആരാണോ നമുക്ക് പണം തരാനുള്ളത്, ആരാണോ സാധനങ്ങൾ വാങ്ങിക്കുന്നത്, അവരെ നമ്മൾ എന്ത് പറയും? ഡെപ്റ്റർ എന്ന് പറയും. അതായത് ഡെപ്റ്റർ ഈസ് എ പേഴ്സൺ ഹു ഓവ്സ് മണി ടു ദി ബിസിനസ്. ബിസിനസ്സിലേക്ക് ആരാണോ പണം തരാനുള്ളത് അവരെ നമ്മൾ ഡെപ്റ്റേഴ്സ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറയും. ഓക്കെ, ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ക്രെഡിറ്റേഴ്സ്. നമ്മൾ കടത്തിന് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആർക്കൊക്കെ പണം കൊടുക്കാനുണ്ടോ അവരെ നമ്മൾ എന്ത് പറയും? ക്രെഡിറ്റേഴ്സ് എന്ന് പറയും. അക്കൗണ്ട്സ് പേയബിൾ, അതായത് ക്രെഡിറ്റർ ഈസ് എ പേഴ്സൺ ടു ഹും ദി ബിസിനസ് owes money as he has given some benefit to the business. ഓക്കെ, ആർക്കാണോ ബിസിനസ് പണം കൊടുക്കാനുള്ളത് അവരെയാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറയുന്ന രൂപത്തിൽ അറിയപ്പെടുന്നത്. ഇനി മറ്റൊരു ടേമാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് ക്യാഷ് ഓർ അതർ അസറ്റ് വിഡ്രോൺ ബൈ ദി ഓണർ ഫോർ ഹിസ് പേഴ്സണൽ യൂസ്. ഒരു ഓണർ അയാളുടെ വ്യക്തിപരമായ ആവശ്യത്തിനും വേണ്ടിയിട്ട് ഒരു ബിസിനസ്സിൽ നിന്ന് സാധനങ്ങളോ അതേപോലെ പണമോ എടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയുക. ഓക്കെ, ഒരു അസറ്റോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, പണമോ ഒരു ബിസിനസ് നിന്ന് എന്ത് ചെയ്യുന്നു, പിൻവലിക്കുന്നു. ഇങ്ങനെ എടുക്കുന്നതിനെ നമ്മൾ എന്ത് പറയും? ഡ്രോയിങ്സ് എന്ന് പറയും. എമൗണ്ട് ഓഫ് ക്യാഷ് ഓർ അതർ അസറ്റ് വിഡ്രോൺ ബൈ ദി ഓണർ ഫോർ ഹിസ് പേഴ്സണൽ യൂസ്. ഇതിനെയാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് അക്കൗണ്ടിങ് എന്നുള്ളതും ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ബേസിക് ടേംസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ക്ലാസ് നന്നായിട്ട് വാച്ച് ചെയ്യുക. അതേപോലെ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഫിനാൻഷ്യൽ ഡാറ്റ എന്ന് പറയുന്ന പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്ലാസ്സുകൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ക്ലാസ്സുകളൊക്കെ വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക്